10 കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. പുറപ്പാട് 20-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നേരിട്ട് കേട്ട ഇസ്രായേൽ ജനം പറയുകയാണ്, ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കേണ്ട, പ്രവാചകനായ മോശെ മുഖാന്തരം സംസാരിച്ചാൽ മതിയെന്ന്. ദൈവം അവരുടെ ആവശ്യം അംഗീകരിക്കുകയും പിന്നീടുള്ള ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണങ്ങളും മറ്റും മോശയിലൂടെ ജനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതെല്ലാം പ്രവാചകന്മാരിലൂടെയാണ് എന്ന് കാണാം. പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ അരുളപ്പാടുകളിലൂടെയോ ദൈവം തൻ്റെ സന്ദേശം നൽകുകയാണ്. പ്രവാചകന്മാരത് ജനത്തെ അറിയിക്കുന്നു. ദൈവത്തിനും